നമ്മൾക്ക് ആരോഗ്യമുണ്ട്, മനസ്സ് കൊതിക്കുന്നിടത്തേക്ക് ശരീരം എത്തിക്കാനുള്ള ശക്തിയുണ്ട്. ഇത് വെറുതെയല്ല. ഈ ജീവിതത്തെ കുറിച്ച് പടച്ച റബ്ബ് ചോദിക്കും. ഈ യൗവനം എങ്ങനെ ഒരുമിച്ച് തീർത്തു എന്ന് ചോദിക്കും. അന്ന് മരുന്നു മണക്കുന്ന റൂമുകളിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്ന കാലഘട്ടം വരും. അനങ്ങാൻ കഴിയാത്ത കാലഘട്ടം വരും. തിരിഞ്ഞെണീക്കാൻ പറ്റാത്ത കാലഘട്ടം വരും. നെറ്റിയൊന്ന് നിരത്തുകുത്തി സുജൂദ് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടം വരും. അന്ന് ജീവിതത്തിൽ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ആശ്വാസം എന്താണ് എന്നറിയുമോ? നമ്മൾക്കുണ്ടാകേണ്ട സമാധാനം എന്താണ് എന്നറിയുമോ? അല്ലാഹുവേ, എന്റെ യൗവനം, എന്റെ ആരോഗ്യം, രക്തം തിളക്കുന്ന പ്രായം, ഇവിടുത്തെ വൈബുകളിലേക്ക് ഞാൻ കടന്നുപോയിട്ടില്ല. ഇവിടുത്തെ ആസ്വാദനങ്ങളിലേക്ക് കടന്നുപോയിട്ടില്ല. ഞാൻ കടന്നുപോയത്, ഞാൻ സഞ്ചരിച്ചത്, ഞാൻ ജീവിച്ചു തീർത്തത് അല്ലാഹുവേ നിന്റെ മതത്തിലായിരുന്നു എന്ന് പറയാൻ നമ്മൾക്ക് ആർജവുണ്ടാകുന്ന ജീവൻ ജീവിക്കാൻ നമ്മൾക്ക് സാധ്യമാകണം. ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം കേട്ടിട്ടും ഒന്നും കേൾക്കാത്തവനെ പോലെ, ഒന്നും മനസ്സിലാക്കാത്തവനെ പോലെ മുസ്തക്ബിറൻ, അഹങ്കാരികളായി കൊണ്ടിവിടെ എണീറ്റു പോകരുത് എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. അള്ളാഹു തന്ന ജീവിതം, അള്ളാഹു തന്ന സമയം, അള്ളാഹു തന്ന സമ്പത്ത്, അള്ളാഹു തന്ന ചിന്തകൾ, അള്ളാഹു തന്ന ആരോഗ്യം, അത് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ അള്ളാഹു നിങ്ങൾക്ക് എന്താണോ നൽകിയത് അത് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി വിനിയോഗിക്കാൻ നാം കഷ്ടപ്പെടുമ്പോൾ, നാം പണിയെടുക്കുമ്പോൾ അവിടെയാണ് ജീവിതം സമ്പൂർണ്ണമാവുക എന്ന് നമ്മൾ അറിയണം.